ഹലോ എവരി വൺ, വെൽക്കം ടു ന്യൂ വീഡിയോ. അപ്പോൾ കഴിഞ്ഞ 2 വീഡിയോയിലായിട്ട് നമ്മൾ എന്താ പഠിച്ചു വരുന്നത്? പവർ സ്റ്റേഷനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിച്ചു വരുന്നത് അല്ലേ? എന്തൊക്കെയാണ്? തെർമൽ പവർ സ്റ്റേഷൻ പഠിച്ചു അല്ലേ? അതേപോലെ തന്നെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ നമ്മൾ പഠിച്ചു. അപ്പോൾ നമുക്ക് ഇനി ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്യാസ് ടർബൈൻ പവർ പ്ലാന്റ്. ഓക്കെ, ഗ്യാസ് ടർബൈൻ പവർ പ്ലാന്റിനെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എന്താണ് ഈ ഗ്യാസ് ടർബൈൻ പവർ പ്ലാന്റ് പറഞ്ഞ? അതിൽ തന്നെ പേരിൽ തന്നെ ഉണ്ട് അല്ലേ, gas turbine. Okay, by a generating station which employs gas turbine as the prime mover for generation of electrical energy is known as gas turbine power plant. അതായത് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് നമ്മുടെ അറിയാലോ, ബേസിക്കലി എന്താണ് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത്, നമ്മൾ യൂസിങ് ആൾട്ടർനേറ്റർ ആണ് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത്. അപ്പോൾ ആൾട്ടർനേറ്റർ നമുക്ക് എന്ത് ചെയ്യണം, റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പ്രൈമൂർ ഉണ്ട്. ആ പ്രൈമൂർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്യാസ് ടർബൈൻ ആണ്. ഓക്കെ, അപ്പൊ ആ ഗ്യാസ് ടർബൈനിൽ തന്നെ ഉണ്ട്, ഗ്യാസ് ആണ് അവിടെ എന്ത് ചെയ്യുന്നത്, ആ ടർബൈൻ റൊട്ടേറ്റ് ചെയ്യാൻ. ഓക്കെ, നമുക്കറിയാം തെർമലിൽ നമ്മൾ സ്റ്റീം ടർബൈൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഹൈഡ്രോട്രിക്കിൽ നമ്മൾ വാട്ടർ ആണ് നമ്മുടെ ടർബൈൻ കറക്കാൻ ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഗ്യാസ് ആണ്. ഗ്യാസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹൈ പ്രഷറിൽ വെറുതെ ഗ്യാസ് അവിടെ ഹിറ്റ് ചെയ്യല്ല, ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ ഗ്യാസ് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ടർബൈനിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, ഹിറ്റ് ചെയ്യിക്കുകയാണ്. അപ്പോൾ ടർബൈൻ കറങ്ങുന്നു, അങ്ങനെ ആൾട്ടർനേറ്ററും കറങ്ങുന്നു, ഇലക്ട്രിസിറ്റി ഉണ്ടാക്കും. ഓക്കെ, ബേസിക് ഐഡിയ. ഓക്കെ, ഇവിടെ മനസ്സിലാക്കുന്നത് ഗ്യാസ് ആണ് നമ്മൾ ഇവിടെ എന്ത് യൂസ് ചെയ്യുന്നത്, വർക്കിംഗ് എനർജി ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിന് നമുക്ക് സ്കീമാറ്റിക് ഡയഗ്രം നോക്കാം. ബാക്കിയുള്ള 2 പവർ പ്ലാന്റിനെ അപേക്ഷിക്കുമ്പോൾ ഇതിന്റെ സ്കീമാറ്റിക് ഡയഗ്രം അത്ര ടഫ് ഒന്നല്ല. മീൻസ് മറ്റൊന്നും ടഫ് ഒന്നല്ല, മനസ്സിലാക്കി പഠിച്ചാൽ എളുപ്പമാണ്. പക്ഷെ ഇത് പെട്ടെന്ന് പരിപാടി തീരും, പെട്ടെന്ന് നമുക്ക് ഡ്രോ ചെയ്യാൻ പറ്റും എക്സാംസിനൊക്കെ. ഓക്കെ, മനസ്സിലാക്കാനും പറ്റും, കോംപ്ലിക്കേഷൻസ് ഇല്ലാതെ ഉദ്ദേശിച്ചത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഈ ഒരു സ്കീമാറ്റിക് ഡയഗ്രം നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാനത് എന്തായാലും ഇതിന്റെ മെയിൻ പാർട്സ് ആദ്യം പറയാം. ഓക്കെ, ഇവിടെ എന്താണ് ഫസ്റ്റ് നമുക്ക് അടിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. ഫിൽട്ടർ. ഓക്കെ, ഇതൊരു എയർ ഫിൽട്ടർ ആണ്. എയർ ഫിൽട്ടർ എന്തിനാണ് എയർ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നമ്മുടെ പുറത്തുള്ള എയറിനൊക്കെ എന്തുണ്ടാവും, അറ്റ്മോസ്ഫിയറിക് എയറിന് ഉണ്ടാവും, അതായത് അവിടെ ഡസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മുടെ വണ്ടികളിലൊക്കെ ഉണ്ടാവില്ല എയർ ഫിൽട്ടർ. ഓക്കെ, അപ്പൊ അത് ഫിൽട്ടർ ചെയ്യാൻ വേണ്ടി നമ്മൾ എയർ ഫിൽട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ കംപ്രസർ എന്തിനാണ്, കംപ്രസ് ചെയ്യാൻ, എയറിനെ നമുക്ക് പ്രഷർ കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ കംപ്രസർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ വർക്കിംഗ് ഫ്ലൂയിഡ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എയർ ആണ് കേട്ടോ. എയർ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വർക്കിംഗ് ഫ്ലൂയിഡ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്, വേറെ ഒന്നുമല്ല. അപ്പൊ അവിടെ വാട്ടർ ആണ്, അതേപോലെ തന്നെ സ്റ്റീം ആണ്, അതുപോലെ തന്നെ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന എയർ ആണ്. ഇവിടെ എല്ലാം പരിപാടിയും എയറിനാണ്. നമ്മൾ ഇവിടെ എയറിന്റെ ടെമ്പറേച്ചറും പ്രഷറും കൂട്ടി നമ്മൾ വർക്കിംഗ് ഫ്ലൂയിഡ് ആയിട്ട് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, പിന്നെ റീജനറേറ്റർ ഉണ്ട്, ഞാൻ പറയാതെ അതിനെ കുറിച്ച് പറയാം. പിന്നെ കമ്പേഷൻ ചേംബർ. ഓക്കെ, കമ്പേഷൻ ചേംബർ ഉണ്ട്. ഗ്യാസ് ടർബൈൻ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ് ഗ്യാസ് ടർബൈൻ. പിന്നെ നമുക്കറിയാലോ ഓൾട്ടർനേറ്റർ, പിന്നെ ഈ സ്റ്റാർട്ടിംഗ് മോട്ടർ, പിന്നെ അവിടുന്ന് ബാക്കിയൊക്കെ അതേപോലെ തന്നെ ട്രാൻസ്ഫോമർ സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നുണ്ട്, സർക്യൂട്ട് ബ്രേക്കർ, ഐസൊലേറ്റർ, പിന്നെ 3 ഫേസ് RYB അതിലേക്ക് ഗ്രിഡിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് ഇതിന്റെ മെയിൻ പാർട്സുകൾ. നമുക്ക് ഓരോ പാർട്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പൊ കംപ്രസർ, കമ്പഷൻ ചേംബർ, ഓൾട്ടർനേറ്റർ, ജനറേറ്റർ, ഗ്യാസ് ടർബൈൻ, സ്റ്റാർട്ടിംഗ് മോട്ടർ. അപ്പൊ നമുക്ക് ആദ്യം കംപ്രസറിനെ കുറിച്ച് പറയാം അല്ലെ. ഓക്കെ, നമ്മുടെ കംപ്രസർ എവിടെയാണ് ഇരിക്കുന്നത്, അടിയിലാണ് വരയ്ക്കുന്നത്. അപ്പൊ ഈ കംപ്രസർ എന്താണ്, ദ കംപ്രസർ ഈസ് യൂസ്ഡ് ടു ഇൻ ദ പ്ലാന്റ് ഈസ് ജനറലി ഓഫ് എ റോട്ടറി ടൈപ്പ്. ഓക്കെ, ഇവിടെ യൂസ് ചെയ്യുന്ന നമ്മൾ റോട്ടറി ടൈപ്പ് കംപ്രസർ ആണ് കേട്ടോ. അപ്പൊ നമ്മളിപ്പോ സാധാരണ നമ്മളിപ്പോ കണ്ടുണ്ടാവും നമ്മുടെ വീട്ടില്, ചില പഴയ വീട്ടിലൊക്കെ പണ്ടത്തൊക്കെ നമ്മളൊരു പമ്പ് യൂസ് ചെയ്യുന്നതാണ്, കംപ്രസർ ടൈപ്പ് പമ്പ്. ഓക്കെ, അത് റെസിപ്രോക്കേറ്റിംഗ് പമ്പ് എന്ന് പറയാം. അവിടെ നമ്മളെ എയറിനെ കംപ്രസ് ചെയ്ത് അങ്ങനെ വാട്ടർ എടുക്കുന്ന ഒരു ടൈപ്പ് പമ്പ് ഉണ്ടായിരുന്നു. അത് ഹൈ വിസ്കോസിറ്റി ഉള്ള ഫ്ലൂയിഡിനൊക്കെ നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യാന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന റോട്ടറി ടൈപ്പ് കംപ്രസർ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, റൊട്ടേറ്റിംഗ് ടൈപ്പ് ആണ്. റെസിപ്രോക്കേറ്റിംഗ് പിസ്റ്റൺ വെച്ച് യൂസ് ചെയ്യുന്ന ആ ഒരു ടൈപ്പ് കംപ്രസറിലെ റോട്ടറി ടൈപ്പ് ആണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അത്ര നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പൊ ദ എയർ അറ്റ് അറ്റ്മോസ്ഫിയർ പ്രഷർ ഈസ് ഡ്രോൺ ബൈ ദ കംപ്രസർ വയ ദ ഫിൽട്ടർ വിച്ച് റിമൂവ്സ് ദ ഡസ്റ്റ് ഫ്രം എയർ. അതായത് നമ്മൾ എന്ത് ചെയ്യുന്ന, നമ്മുടെ എയറിന് അറ്റ്മോസ്ഫിയർ, അതായത് പുറത്തത്തെ എയറിന് നമ്മൾ എന്ത് ചെയ്യാണ്, കംപ്രസർ വഴി എടുക്കുകയാണ്. അത് ത്രൂ ഫിൽട്ടർ ആണ്. ഫിൽട്ടർ എന്ത് ചെയ്യണമെന്ന്, എയറിൽ ഡസ്റ്റുകൾ, മോയ്സ്ചർ, അതങ്ങനെ പലതരം എയറിൽ ഉണ്ടാവും, കണ്ടന്റ് ഉണ്ടാവും. അതൊക്കെ നമ്മൾ യൂസ് ചെയ്ത് ഫിൽട്ടർ ചെയ്ത് പ്യൂർ എയർ ആയിട്ട് നമ്മൾ എടുക്കുകയാണ്. എങ്ങനെ, ദ റോട്ടറി ബ്ലേഡ്സ് ഓഫ് ദ കംപ്രസർ പുഷ് ദ എയർ ബിറ്റ്വീൻ സ്റ്റേഷനറി ബ്ലേഡ്സ് ടു റൈസ് ഇറ്റ്സ് പ്രഷർ. ഓക്കെ, അപ്പൊ എന്താണ് സംഭവിക്കുന്നത്, നമ്മുടെ ഈ ലോ പ്രഷർ എയറിനെ ഹൈ പ്രഷർ എയർ ആക്കി കൺവേർട്ട് ചെയ്യുന്ന ഒരു പാർട്ടാണ് എന്ത്, കംപ്രസർ. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇതിന്റെ കാര്യം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ഫിഗറിൽ നമുക്ക് നോക്കി എക്സ്പ്ലെയിൻ ചെയ്യാലോ. നമുക്ക് എന്താണ്
നമ്മൾ ഫിൽറ്ററിന് ലോ പ്രഷർ എയർ ഫിൽറ്റർ ചെയ്ത് പ്യുവർ എയർ ആക്കി നമ്മൾ എന്ത് ചെയ്യുന്നു, കംപ്രസ് ചെയ്തിട്ട് നമ്മൾ ഹൈ പ്രഷർ എയർ ആക്കി മാറ്റി. ഓക്കെ, പിന്നെ അത് പോകുന്നത് എവിടേക്കാണ് കാണാലോ, റീജനറേറ്ററിലേക്കാണ് പോകുന്നത് അല്ലെ. ഇത് റീജനറേറ്റർ ആണ്, നമുക്ക് നോക്കാം. The regenerator a regenerator is a device which recovers heat from the exhaust gas of the turbine. Okay, regenerator ഞാൻ എന്ത് ചെയ്യാം, ഇപ്പൊ തന്നെ പറയാം, കാരണം അത് വേണമെങ്കിൽ ഞാൻ നെക്സ്റ്റ് ഇതിന്റെ എല്ലാ പാർട്സ് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ലാസ്റ്റ് ഞാൻ പറയും. ഓക്കെ, നമുക്ക് അടുത്തത് എന്ത് ചെയ്യാം, കമ്പഷൻ ചേമ്പറിലേക്ക് പോവാം. ഓക്കെ, കമ്പഷൻ ചേമ്പറിലേക്ക് പോവാം. അപ്പൊ റീജനറേറ്റർ നിൽക്കട്ടെ, നമുക്ക് നേരെ കമ്പഷൻ ചേമ്പറിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ എന്താണ് ഈ കമ്പഷൻ ചേമ്പർ? ദ എയർ അറ്റ് ഹൈ പ്രഷർ ഫ്രം ദ കംപ്രസർ ഈസ് ലെഡ് ടു ദ കമ്പഷൻ ചേമ്പർ വയ ദ റീജനറേറ്റർ. ഓക്കെ, അപ്പൊ റീജനറേറ്റർ വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഹൈ പ്രഷർ എയർ എന്ത് ചെയ്യുന്നത്, കമ്പഷൻ ചേമ്പറിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പൊ കമ്പഷൻ ചേമ്പറിൽ എന്താണ്, നമുക്ക് ഹീറ്റ്, ഞാൻ പറഞ്ഞു ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ ഹീറ്റ് എയറിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ഗ്യാസ് ടർബൈൻ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മൾ ഹൈ പ്രഷർ ആക്കാൻ വേണ്ടി നമ്മൾ കംപ്രസർ യൂസ് ചെയ്തു. ഇനി ഹൈ ടെമ്പറേച്ചർ ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, നമ്മൾ കമ്പേഷൻ ചേമ്പർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കമ്പേഷൻ ചേമ്പർ എന്ത് ചെയ്യുന്നതാണ്, ഹീറ്റ് കൂട്ടുകയാണ്. അതിന്റെ ഹീറ്റ് നമ്മൾ ആ എയറിന്റെ ഹീറ്റ് നമ്മൾ എന്ത് ചെയ്യണം, ടെമ്പറേച്ചർ നമ്മൾ എന്ത് ചെയ്യണം, കൂട്ടുകയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്, ബേണിംഗ് ഓയിൽ, അതായത് പലതരം ഓയിൽ ആവാം, നാച്ചുറൽ ഗ്യാസ് ആവാം, കമ്പേഷൻ നാച്ചുറൽ ഗ്യാസ് CNG, അങ്ങനെ പലതരം ഗ്യാസ് നമുക്ക്, ഹൈ വെലോസിറ്റി ഡീസൽ ആവാം, അങ്ങനെ പലതരം നമുക്ക് ഫ്യൂവൽ നമുക്ക് യൂസ് ചെയ്യാം ഇതിനെ ബേൺ ചെയ്യാൻ വേണ്ടിയിട്ട്, ടെമ്പറേച്ചർ കൂട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ ഈ ഓയിൽ ഇസ് ഇൻജക്റ്റഡ് ത്രൂ ദ ബർണർ ഇൻ ടു ദ ചേമ്പർ അറ്റ് ഹൈ പ്രഷർ ടു എൻഷുർ അറ്റോമൈസേഷൻ ഓഫ് ഓയിൽ ഇറ്റ്സ് ത്രൂ മിക്സിംഗ് വിത്ത് എയർ. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിനെ ഈ ഓയിലിൽ നമ്മൾ എന്ത് ചെയ്യാണ് വെച്ചിട്ട് ബർണർ വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, കത്തിക്കുകയാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ ഹീറ്റ് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യാണ്, ആ ഹീറ്റ് വെച്ച് ഹൈ ടെമ്പറേച്ചർ ആണ്, അതായത് 3000 ഫാരൻഹീറ്റ്, അത്രയും ടെമ്പറേച്ചറിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് കൂട്ടുന്നത്, നമ്മുടെ കമ്പഷൻ ചേമ്പറിനുള്ളിലത്തെ ടെമ്പറേച്ചർ. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യുന്നതാണ്, നമ്മൾ ഈ എയർ, ഈ ഹൈ പ്രഷർ എയർ എന്ത് ചെയ്യാണ്, ഈ കമ്പഷൻ ചേമ്പറിന് എന്ത് ചെയ്യും, കൂളിംഗ് ചെയ്യും. അപ്പൊ എന്താണ്, ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുകയാണല്ലോ. അപ്പൊ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇവിടുന്ന് വരുന്ന ഹൈ പ്രഷർ എയർ എന്ത് ചെയ്യുന്നുണ്ട്, റീജനറേറ്റർ അവിടെ നിൽക്കട്ടെ, റീജനറേറ്റർ വഴി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കമ്പഷൻ ചേമ്പറിലേക്കാണ് പോകുന്നത്. അപ്പൊ ഈ കമ്പഷൻ ചേമ്പറിൽ ഓൾറെഡി ഹൈ ഹീറ്റ് ആണ്, ഹൈ ടെമ്പറേച്ചർ ആണ്. അപ്പൊ ഈ എയർ എന്ത് ചെയ്യും, ഈ ഹൈ ടെമ്പറേച്ചറിനെ, അതായത് കമ്പഷൻ ചേമ്പറിനെ ഒരു കൂളിംഗ് ആയിട്ട് പ്രവർത്തിക്കും. അപ്പൊ എന്താണ്, അപ്പൊ ഈ കമ്പഷൻ ചേമ്പറിന്റെ ഹീറ്റ് എന്ത് ചെയ്യാണ്, എയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്, ഹൈ പ്രഷർ എയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. അങ്ങനെ ഈ എയറിന്റെ എന്ത് ചെയ്യും, ഹീറ്റ് കൂടും, എയറിന്റെ ടെമ്പറേച്ചർ കൂട്ടും. അങ്ങനെയാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, ബേസിക്കലി കമ്പഷൻ ചേമ്പർ അവിടെ എയറിന്റെ ടെമ്പറേച്ചർ കൂട്ടുകയാണ് ചെയ്യുന്നത്. അതാണ് നടക്കുന്നത്, ഒരു ട്രാൻസ്മിഷൻ ഒരു പോലെ നടക്കുകയാണ്, അതായത് എയറിന്റെ ടെമ്പറേച്ചർ നമ്മളിവിടെ കൂട്ടുകയാണ്. ഓക്കെ, അതാണ് നടക്കുന്നത്. അപ്പൊ ഇങ്ങനെ എന്ത് ചെയ്യുന്നു, അപ്പൊ ഈ കമ്പഷൻ ചേമ്പറിൽ എന്താ വരുന്നത്, ഹൈ ഹീറ്റും അല്ല ഹൈ ടെമ്പറേച്ചറും ഹൈ പ്രഷറും ഉള്ള എയർ ആണ് എന്ത് ചെയ്യുന്നത്, കമ്പഷൻ ചേമ്പറിന്റെ ഔട്ട്പുട്ട് ആയിട്ട് വരുന്നത്. ഓക്കെ, പിന്നെ നേരെ എവിടേക്കാണ് പോകുന്നത്, ഗ്യാസ് ടർബൈനിലേക്കാണ് പോകുന്നത് അല്ലെ. ഗ്യാസ് ടർബൈനിലേക്കാണ് പിന്നെ പോകുന്നത്. പിന്നെ നമുക്ക് പറയാൻ മനസ്സിലായല്ലോ. അപ്പൊ ഗ്യാസ് ടർബൈനിലേക്ക് നമുക്ക് എന്ത് കിട്ടി, ഹൈ ടെമ്പറേച്ചറും ഹൈ പ്രഷറുള്ള എയർ കിട്ടി. അങ്ങനെ ഗ്യാസ് ടർബൈൻ എന്ത് ചെയ്യുന്നു, ഗ്യാസ് ടർബൈനിലേക്ക് the products of combustion consist in mixture of gases high temperature and pressure pass to the gas turbine. ഓക്കെ, അപ്പൊ ഗ്യാസ് ടർബൈനിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ ഹൈ ടെമ്പറേച്ചർ ഗ്യാസ് എന്ത് ചെയ്യും, ഗ്യാസ് ടർബൈനിലേക്ക് പാസ് ചെയ്യുന്നു. അപ്പൊ എന്ത് ചെയ്യും, ടർബൈനിന്റെ ബ്ലേഡ്സ് എന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും, മെക്കാനിക്കൽ എനർജി ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ടെമ്പറേച്ചർ ഓഫ് എക്സോസ്റ്റ് ഗ്യാസ് ഫ്രം, അതായത് ദ ടർബൈൻ ഈസ് അബൌട്ട് 900 ഫാരൻഹീറ്റ്, അതായത് അപ്പൊ അവിടെ ഹീറ്റ് കുറയണം, എക്സോസ്റ്റ് ഗ്യാസ് ആവാണ്. ഓക്കെ, 3000 ഡിഗ്രി ആയിരുന്നു, നമ്മൾ 1300 to 1500 ഫാരൻഹീറ്റിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തു ഗ്യാസ് ടർബൈനിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പൊ ഈ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ കമ്പഷൻ ചേമ്പറിൽ 3000 ഡിഗ്രിയാണ്, 3000 ഫാരൻഹീറ്റ് ആണ് അവിടെ ടെമ്പറേച്ചർ. ഓക്കെ, ആ ടെമ്പറേച്ചറിന് നമ്മൾ എന്ത് ചെയ്തു, ഈ എയർ വെച്ച് ഹൈ പ്രഷർ എയർ വെച്ച് നമ്മൾ കൂൾ ചെയ്തു. അപ്പൊ ഈ ടെമ്പറേച്ചർ മൊത്തം എയറിലേക്ക് ട്രാൻസ്ഫർ ആയി. അങ്ങനെ ട്രാൻസ്ഫർ ആയിട്ട് എന്ത് ചെയ്തു, 1300 to 1500 ഫാരൻഹീറ്റ് ഉള്ള ആ ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ എയർ നമ്മൾ നേരെ എന്ത് ചെയ്തു, ഗ്യാസ് ടർബൈനിലേക്ക് പാസ് ചെയ്തു. അങ്ങനെ ഗ്യാസ് ടർബൈൻ കറങ്ങി, അങ്ങനെ എനർജി ഉണ്ടായി. അപ്പൊ ബാക്കി വരുന്ന ആ ഒരു എക്സോസ്റ്റ് ഗ്യാസിന്റെ ടെമ്പറേച്ചർ 900 ഫാരൻഹീറ്റ് ആണ്. ഓക്കെ, ഈ 900 ഫാരൻഹീറ്റ് പറഞ്ഞാൽ അത്ര ചെറിയ നിസ്സാരക്കാരനായ ടെമ്പറേച്ചർ അല്ല. ഓക്കെ, അത് നമുക്ക് ആ ടെമ്പറേച്ചർ നമുക്ക് എന്ത് ചെയ്യാം, യൂട്ടിലൈസ് ചെയ്യാലോ. ഓക്കെ, ആ യൂട്ടിലൈസേഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, റീജനറേറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പൊ റീജനറേറ്ററിൽ തന്നെ എന്തുണ്ട്, ആ ഒരു വാക്കിൽ തന്നെ നമുക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റും. ഈ എക്സോസ്റ്റ് ഗ്യാസ് നമ്മൾ വെറുതെ അങ്ങോട്ട് അറ്റ്മോസ്ഫിയറിലേക്ക് തള്ളി കളയാതെ
നമ്മൾ ആ ഒരു ഹീറ്റിന് നമ്മൾ എന്ത് ചെയ്യാണ്, ആ ഒരു ഗ്യാസിന് നമ്മൾ എന്ത് ചെയ്യാണ്, വീണ്ടും എന്ത് ചെയ്യാണ്, യൂട്ടിലൈസ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ റീജനറേറ്റർ ഇസ് എ ഡിവൈസ് വിച്ച് റിക്കവേഴ്സ് ഹീറ്റ് ഫ്രം എക്സോസ്റ്റ് ഗ്യാസ് ഓഫ് ദ ടർബൈൻ. അപ്പൊ ടർബൈൻ എന്ന് പറയുന്ന എക്സോസ്റ്റ് ഗ്യാസിന് നമ്മൾ എന്ത് ചെയ്യുന്നു, എടുത്തിട്ട് എന്ത് ചെയ്യുന്നു, ബിഫോർ വേസ്റ്റിംഗ് ടു അറ്റ്മോസ്ഫിയർ, അറ്റ്മോസ്ഫിയറിലേക്ക് വെറുതെ തള്ളാതെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു റീജനറേറ്റർ, അതായത് റീജനറേറ്റർ കൺസിസ്റ്റ് നെസ്റ്റ് ഓഫ് ട്യൂബ്സ്. അപ്പൊ റീജനറേറ്റർ പറയുന്നത് ഇതുപോലെ ട്യൂബാണ്. ഓക്കെ, ഇതുപോലെ ട്യൂബാണ്. ഇപ്പൊ ഞാൻ നോക്കിയേ, ഇവിടുന്ന് ഈ എക്സോസ്റ്റ് ഗ്യാസ് പോകുന്ന നേരെ റീജനറേറ്ററിലേക്ക്, അവിടെ കുറെ ട്യൂബാണ്. ഈ ട്യൂബ് നെക്സ്റ്റ് ട്യൂബാണ്. അപ്പൊ ഈ ട്യൂബിന്റെ പുറത്തില് ഫുൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ വരുന്ന എയറിനെ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ കമ്പഷൻ ചേമ്പറിന് അത്ര അങ്ങോട്ട് ടെമ്പറേച്ചർ കൂട്ടേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, ഓൾറെഡി 900 ഫാരൻഹീറ്റ് നമുക്ക് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഹൈ പ്രഷർ എയറിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ റീജനറേറ്റർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ എയറിനെ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാണ്. ഓക്കെ, ഇതാണ് സംഭവിക്കുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിന് ബാക്കി വരുന്ന ആ ഒരു ഗ്യാസിന് നമ്മൾ എന്ത് ചെയ്യുന്നു, അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്, എയറിലേക്ക് ഈ ടെമ്പറേച്ചർ എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യാണ്. അപ്പൊ ബാക്കി വരുന്ന ചെറിയ വേസ്റ്റ് ഓഫ് ഗ്യാസിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് നമ്മൾ അറ്റ്മോസ്ഫിയറിലേക്ക് എക്സോസ്റ്റ് ചെയ്ത് പുറന്തള്ളുന്നുണ്ട്. ഓക്കെ, ഓക്കെ, ഭയങ്കര സിമ്പിൾ ആണ്. ഓക്കെ, ഇതാണ് സംഭവിക്കുന്നത്. ഓക്കെ, മനസ്സിലായി. എയർ ഈസ് കംപ്രസ് ഫ്രം ദ കംപ്രസർ പാസസ് ടു ട്യൂബ്സ്. അപ്പൊ ട്യൂബ് വഴി പാസ് ചെയ്യുമ്പോൾ കമ്പഷൻ ചേമ്പർ പോകുന്ന വഴിയിലാണ് ഈ എന്ത് ചെയ്യുന്നത്, നടുവിലാണ് ഈ റീജനറേറ്റർ ഉള്ളത്. ഓക്കെ, ഓൺ ദിസ് വേ കംപ്രസ്ഡ് എയർ ഈസ് ഹീറ്റഡ് ബൈ ദ ഹോട്ട് ഗ്യാസസ്. അങ്ങനെ ഹോട്ട് എക്സോസ്റ്റ് ഗ്യാസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എയറിനെ പ്രീ ഹീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ഓൾട്ടർനേറ്റർ. നമുക്ക് ഓൾട്ടർനേറ്റർ അറിയില്ലോ. ഓൾട്ടർനേറ്റർ എന്താണ്, ഗ്യാസ് ടർബൈൻസ് ഈസ് കപ്പിൾഡ് ടു ദ ഓൾട്ടർനേറ്റർ. ഓൾട്ടർനേറ്റർ എന്താണ്, ഗ്യാസ് ടർബൈനായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കപ്പിൾ ചെയ്തിട്ടുണ്ട് അല്ലെ, കപ്പിൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കപ്പിൾ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഗ്യാസ് ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഓൾട്ടർനേറ്റർ റൊട്ടേറ്റ് ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യുന്നു, ഇലക്ട്രിസിറ്റി ഉണ്ടാവുന്നു. അത് നേരെ ട്രാൻസ്ഫോമർ, സർക്യൂട്ട് ബ്രേക്കർ, ഐസൊലേറ്റർ, അങ്ങനെ ഗ്രിഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് സ്റ്റാർട്ടിംഗ് മോട്ടർ. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു പാർട്ടാണ് സ്റ്റാർട്ടിംഗ് മോട്ടർ. നമുക്കറിയാം ഈ ഒരു ഗ്യാസ് ടർബൈൻ നമുക്ക് ഇവിടെ എന്ത് വേണം, ഈ ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുന്ന നമുക്ക് എന്ത് വേണം, കമ്പേഷൻ എയർ വേണം. ഓക്കെ, കമ്പേസ്ഡ് അതായത് ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ എയർ ഉണ്ടെങ്കിലാണ് നമുക്ക് എന്തുള്ളൂ, ഈ ഒരു സ്റ്റേഷൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അങ്ങനെ വെറുതെ ഈ കംപ്രസർ വർക്ക് ചെയ്യുമോ, കംപ്രസർ റോട്ടറി ടൈപ്പ് എന്ന് പറഞ്ഞു, ഈ കംപ്രസർ വർക്ക് ചെയ്താലും ബാക്കിയല്ല. റീജനറേറ്ററിൽ നമുക്ക് കമ്പഷൻ ചേമ്പറിൽ നമുക്ക് എന്ത് ചെയ്യാം, ഹീറ്റ് നമുക്ക് വേറെ ബർണർ അഡീഷണൽ വെച്ച് സെറ്റ് ചെയ്യാം. പക്ഷെ നമുക്കൊരു ഹൈ പ്രഷർ എയർ ഉണ്ടാവണമെങ്കിൽ അവിടെ നമുക്ക് ഒരു കംപ്രസറിന്റെ ആവശ്യമില്ലേ. അപ്പൊ കംപ്രസർ വർക്ക് ചെയ്യുന്നത്, അതായത് ഞാൻ പറഞ്ഞു തരുന്നത്, ഈ കംപ്രസറും ഈ ഗ്യാസ് ടർബൈനും ഈ ഓൾട്ടർനേറ്ററും സ്റ്റാർട്ടിംഗ് മോട്ടറും എല്ലാം എന്താണ്, സെയിം ഷാഫ്റ്റിലാണ് കപ്പിൾ ചെയ്തിട്ടുള്ളത്. ഉണ്ടല്ലേ, ഒറ്റ ലൈനിലാണ് എല്ലാം എന്ത് ഇതിൽ കണ്ടിട്ടുള്ളത്. അപ്പൊ ഈ ഓൾട്ടർനേറ്റർ കറങ്ങണ ഈ ടർബൈൻ കറങ്ങാൻ അനുസരിച്ചിട്ട് ഈ കംപ്രസർ കറങ്ങുന്നു, ഓൾട്ടർനേറ്റർ കറങ്ങുന്നു, എല്ലാം കറങ്ങുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് വേണം, ഒരു ഇനീഷ്യൽ ആയിട്ടൊരു സ്റ്റാർട്ടിംഗ് വേണം. അതായത് ഈ കംപ്രസർ വർക്ക് ചെയ്യണം, നമുക്ക് കംപ്രസർ വർക്ക് ചെയ്താൽ നമുക്ക് ഹൈ പ്രഷർ എയർ ഉണ്ടാവുള്ളൂ. അപ്പൊ അത് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വേണം, നമുക്കൊരു മോട്ടർ വേണം. ഓക്കെ, അപ്പൊ ഈ സ്റ്റാർട്ടിംഗ് മോട്ടർ നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം സ്റ്റാർട്ടിംഗ് മോട്ടർ നമ്മൾ പ്രവർത്തിപ്പിക്കുന്നു അല്ലെ. ഈ സ്റ്റാർട്ടിംഗ് മോട്ടർ എന്തിനാ, മനസ്സിലായോ, സ്റ്റാർട്ടിംഗ് മോട്ടർ എന്ത് ചെയ്യാണ്, കംപ്രസർ വർക്ക് ചെയ്യേണ്ടതാണ് നമുക്ക്. അപ്പോൾ ഇലക്ട്രിക് മോട്ടർ ഈസ് മൗണ്ടഡ് ഓൺ ദ സെയിം ഷാഫ്റ്റ് ഓഫ് ദാറ്റ് the turbine. The motor is energized by the batteries. അപ്പോൾ സ്റ്റാർട്ടിംഗ് മോട്ടർ നമുക്ക് ബാറ്ററി ഒക്കെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ വൺസ് ദ യൂണിറ്റ് സ്റ്റാർട്ട് എന്ത് ചെയ്യും, മെക്കാനിക്കൽ പവർ എന്ത് ചെയ്യും, ടർബൈൻ ഡ്രൈവ്സ് ദ കംപ്രസർ നോ നീഡ് ടു മോട്ടർ. അതായത് എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം ഈ മോട്ടർ വെച്ച് എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ കംപ്രസറിനെ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കംപ്രസർ കറങ്ങുന്നു, കംപ്രസർ സ്റ്റാർട്ട് ചെയ്യും. കംപ്രസർ സ്റ്റാർട്ട് ആകുമ്പോൾ നമുക്ക് ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ എയർ ഉണ്ടാവുന്നു, ഹൈ പ്രഷർ എയർ ഉണ്ടാവുന്നു. പിന്നെ ബാക്കിയെല്ലാം നടന്ന് നമുക്ക് ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ എയർ ഈ ഗ്യാസ് ടർബൈനിലേക്ക് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എന്താവും, പിന്നെ നമുക്ക് ഈ ടർബൈൻ വൺസ് ഈ ടർബൈൻ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ എനർജി പ്രൊഡ്യൂസ് ചെയ്തു. പിന്നെ നമുക്ക് ഈ മോട്ടറിന്റെ ആവശ്യമില്ല, നമുക്ക് ഈ മോട്ടർ ഡീകപ്പിൾ ചെയ്യാം. പിന്നെ ബാക്കിയെല്ലാം ഇങ്ങനെ സൈക്ലിക് ആയിട്ട് നടന്നോളും. ഇനീഷ്യൽ സ്റ്റാർട്ടിങ്ങിന് വേണ്ടി, ഇനീഷ്യൽ വർക്കിങ്ങിന് വേണ്ടി നമുക്ക് സ്റ്റാർട്ടിംഗ് മോട്ടർ എന്താണ്, അത്യാവശ്യമാണ്. ഓക്കെ, ഇതാണ് ഇതിന്റെ ഒരു വർക്കിംഗ്. ഓക്കെ, നിങ്ങൾക്കെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നത്, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ വീഡിയോ വീണ്ടും ഒന്ന് ബാക്ക് അടിച്ച് കാണാം കേട്ടോ. അപ്പോൾ ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ലോ ഇനിഷ്യൽ കോസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ കമ്പയർഡ് ടു കോൾ ആൻഡ് ന്യൂക്ലിയർ പവർ പ്ലാന്റ് വെച്ച് അപേക്ഷിക്കുമ്പോൾ നമുക്ക് വലിയ ബോയിലർ അങ്ങനത്തെ പരിപാടി ഒന്നും, ന്യൂക്ലിയർ പവർ പ്ലാന്റ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡീറ്റെയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ വലിയ പരിപാടികൾ നമുക്കൊന്നും വേണ്ട, അത് ലോ ഇനീഷ്യൽ കോസ്റ്റ് ആണ്. ബാക്കിയുള്ള പവർ പ്ലാന്റിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ലോ ഇനീഷ്യൽ കോസ്റ്റ് ആണ്. ഷോർട്ട് കൺസ്ട്രക്ഷൻ ടൈം ആണ്, പെട്ടെന്ന് നമുക്ക് അസംബിൾ ഒക്കെ ചെയ്ത് പെട്ടെന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ക്വിക്ക് സ്റ്റാർട്ടും ക്വിക്ക് സ്റ്റോപ്പും ആണ്. ഓക്കെ, അതായത് നമ്മൾ അധികം ഈ ഒരു ഗ്യാസ് പവർ പ്ലാന്റ് നമ്മൾ യൂസ് ചെയ്യുന്ന ബേസ് ലോഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയില്ല, നമ്മൾ പീക്ക് ലോഡ്, അതായത് നമുക്ക് ഹൈ ലോഡ് അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ, ലോഡ് ഡിമാൻഡ് കൂടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പീക്ക് ലോഡിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് വർക്ക് ചെയ്യിക്കാം. ഓക്കെ, പീക്ക് ലോഡും ബേസ് ലോഡൊക്കെ ഞാൻ
വരുന്ന വീഡിയോ ഡീറ്റെയിൽ പറയാം. ഓക്കെ, ജസ്റ്റ് മനസ്സിലാക്കിയൊക്കെ പീക്ക് ലോഡിലാണ് നമ്മൾ അധികം ഇതെന്ത് യൂസ് ചെയ്യുക. പിന്നെ ഹൈ എഫിഷ്യൻസി ആണ്. ഓക്കെ, റിക്വയർ ലെസ് സ്പേസ് ആണ്, ചെറിയ സ്പേസ് മതി, വലിയ ബോയിലർ അങ്ങനത്തെ പരിപാടികളൊന്നും വേണ്ട. നമ്മുടെ തെർമൽ പവർ പ്ലാന്റ് ഹാഷ് സ്റ്റോറേജ്, ബോയിലർ, കൂളിംഗ് മെക്കാനിസം, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. നമുക്ക് അത്ര വലിയ പരിപാടികളൊന്നും ഇവിടെ വേണ്ട. പരിപാടികൾ പെട്ടെന്ന് നമുക്ക് ചെറിയ സ്പേസിൽ നമുക്ക് ഇത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. പിന്നെ വാട്ടർ റിക്വയർമെന്റ് ലോ മതി. വാട്ടർ വേണം, കൂളിങ്ങിന് വാട്ടർ ഒക്കെ വേണ്ടി വരും. അതൊന്നും ഈ ഡയഗ്രത്തിൽ കൊടുത്തിട്ടില്ല. നമ്മൾ അങ്ങനെ ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് പറയണ്ട. അതൊക്കെ മെക്കിന്റെ ഭാഗത്തിൽ വരുന്നതാണ്. നമ്മൾ ജസ്റ്റ് ഇതിന്റെ ഒരു ഇങ്ങനെ പവർ പ്ലാന്റ് ഉണ്ട്, അതിന്റെ ചെറിയ ബേസിക് വർക്കിംഗ് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. പിന്നെ ക്ലീനർ കോള്, ലോ സ്മോക്ക് ആണ്, അങ്ങനെ പൊല്യൂഷൻ ഒന്നും ഉണ്ടാവാറില്ല. ഈസി ഓപ്പറേഷൻ, നമുക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഈസി ഓപ്പറേഷൻ, മെയിൻ്റെനൻസ് ആണ്, ഫ്ലെക്സിബിൾ ആണ്, ഒക്കെ കാര്യങ്ങളാണ്. ഓക്കെ, ഇതൊക്കെയാണ് ഇതിന്റെ അഡ്വാൻറ്റേജസ്.